ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 2023 ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഇതിൻ്റെ ആൻസർ, ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇതാണോ എന്ന്. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഉള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് ചോദ്യങ്ങളുടെ ആൻസർ എല്ലാം നൽകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിനാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി, ലാഹോർ. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആര്? പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി, KB മേനോൻ. 1857 കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. 1857 കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി ആയി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ. ഓപ്ഷൻ സി, ഡൽഹൌസി പ്രഭു. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ചത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ലാഹോർ. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ് KB മേനോൻ. 1857 കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന അവധിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയായി വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആണ് ഡൽഹൌസി പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ, രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ഓപ്ഷൻ ബി, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ഓപ്ഷൻ ബി, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഒന്നുകൂടെ നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ എ, ഗൈഡിലു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ, 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ഒന്നുകൂടെ നോക്കാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലുവിനെ. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആണ് ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? ലാഹോറിൽ വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? ഓപ്ഷൻ സി, വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? ഓപ്ഷൻ എ, അരുണ അസഫ് അലി.
ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. ഒന്നുകൂടെ നോക്കാം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തതാണ് വിനോബ ഭാവെയെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിതയാണ് അരുണ അസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ ബി ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പ്രേമാശ്രമം, ബാപ്പുജി, എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ ഇവയൊക്കെ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ അരുണ അസഫ് അലി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി പണ്ഡിത രമാബായി. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടാത്തത് പ്രേമാശ്രമം, ബാപ്പുജി, എൻ്റെ ഗുരുനാഥൻ, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവയാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികളിൽ പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലിയെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം. ഓപ്ഷൻ ഡി 1930, 1931, 1932. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത്? ഓപ്ഷൻ സി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷമാണ് 1930, 31, 32. റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഓപ്ഷൻ ബി ബെൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ എ മൗലാന അബുൽ കലാം ആസാദ്. ഒന്നുകൂടി നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ബെൽഗാം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. ഓപ്ഷൻ സി ദാമിൻ ഇ കോഹ്. ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിൻ ഇ കോഹ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഓപ്ഷൻ ബി പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. ഓപ്ഷൻ ബി വില്യം ബെൻഡിക് പ്രഭു. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യർ എന്നറിയപ്പെട്ടത്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ. ഒന്നുകൂടെ നോക്കാം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഓപ്ഷൻ സി മീററ്റ്. മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സമര സേനാനി ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഓപ്ഷൻ സി മീററ്റ്. ഒന്നുകൂടെ നോക്കാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം മീററ്റ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ഓപ്ഷൻ എ കഴ്സൺ പ്രഭു. ആരാണ് അതിർത്തി ഗാന്ധി? ആരാണ് അതിർത്തി ഗാന്ധി? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ലാഹോർ. ഒന്നുകൂടെ നോക്കാം. ആരാണ് അതിർത്തി ഗാന്ധി? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയിലെ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്ര. പൂർണ്ണ സ്വരാജ്യം എന്ന ആശയം നടപ്പിലാക്കിയ കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം ഓപ്ഷൻ സി കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഓപ്ഷൻ ഡി ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഓപ്ഷൻ എ തിരുനെൽവേലി. ഒന്നുകൂടെ നോക്കാം. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലമാണ് കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം തിരുനെൽവേലി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഓപ്ഷൻ സി അരുണ അസഫ് അലി. ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1 ഉം 4.
അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകളൊന്ന് വായിച്ചു പോകാം. 1953 ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. 1953 ജസ്റ്റിസ് ഫസൽ അലി, KM പണിക്കർ, ഹൃദയനാഥ് കുൻസ്രു എന്നിവരടങ്ങിയ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ചു. 1956 പാസാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1956 പാസാക്കിയ സംസ്ഥാന പുനഃസംഘടനാ നിയമം 14 സംസ്ഥാനങ്ങൾക്കും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി ചേരുംപടി ചേരുന്ന വസ്തുതകൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി ചേരുംപടി ചേരുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി മുകളിൽ പറഞ്ഞവയെല്ലാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണൻ 1934. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് 1939. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് 1926. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ MN റോയ് 1920. ഒന്നുകൂടെ നോക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണനാണ് രൂപീകരിച്ചത് 1934. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് 1939. പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ് 1926. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് MN റോയ് 1920. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഒന്ന് മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനയെന്ന് നോക്കാം. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ്. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ഭഗത് സിംഗ് അല്ല. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് മോത്തിലാൽ നെഹ്റുവും CR ദാസും കൂടെയാണ്. അപ്പോൾ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവന നോക്കാം. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി രണ്ട് മാത്രം. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഏതൊക്കെയാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. നയീം താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. അതാണ് തെറ്റ്. നയീം താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ഗാന്ധിജിയാണ്. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദിനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഏതൊക്കെയാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി, മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിൻ്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മാത്രം. അപ്പോൾ നമുക്ക് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഏതൊക്കെയാണ്? അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലകളുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് യോജിക്കണമെന്ന് നോക്കാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ
വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഏതൊക്കെയാണ്? 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 4. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. വോയിസ് ഓഫ് ഇന്ത്യ ആരുടേതാണ്? വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. വന്ദേമാതരം ലാലാ ലജ്പത് റായ്. ഒന്നുകൂടെ നോക്കാം. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി, വന്ദേമാതരം ലാലാ ലജ്പത് റായ്, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 3 4. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷിയും ലാലാ ലജ്പത് റായും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനയെന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 3. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കൽ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു. മാഡംബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഒന്നുകൂടെ നോക്കാം. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തകയായിരുന്നു. മാഡംബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1 2 4. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ചു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഒന്നുകൂടെ നോക്കാം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ സി മീററ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ഒന്നുകൂടെ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ചമ്പാരൻ സമരം. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി തീവ്ര ദേശീയതയുടെ കാലഘട്ടം.
സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി പഞ്ചാബ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഫസൽ അലി. ഒന്നുകൂടെ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമ്മേളനങ്ങളിൽ പെടാത്തതേത്? ചമ്പാരൻ സമരം, ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? തീവ്ര ദേശീയതയുടെ കാലഘട്ടം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? പഞ്ചാബ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏതു മേഖലയുടെ വികസനമാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏതു മേഖലയുടെ വികസനമാണ്? ഓപ്ഷൻ ഡി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നുകൂടെ നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏതു മേഖലയുടെ വികസനത്തിനാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഓപ്ഷൻ എയും സിയും ശരിയാണ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരനിലേത്. ഹരിജന ഉദ്ധാരണത്തിനായി ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി. ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരനിലേത്. ഹരിജന ഉദ്ധാരണത്തിനായി ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ചില കലാപ കേന്ദ്രങ്ങളുടെയും നേതാക്കന്മാരുടെയും പട്ടിക താഴെ നൽകിയിരിക്കുന്നു. ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ചില കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരുടെയും പട്ടിക താഴെ നൽകിയിരിക്കുന്നു. ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി കാൺപൂരിലെ കലാപം നയിച്ചത് നാനാ സാഹിബ്. ഫൈസാബാദിലെ കലാപം നയിച്ചത് മൗലവി അഹമ്മദുള്ള. ലക്നൌവിൽ ആരാണ്? ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ലക്നൌവിലെ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. കാൺപൂരിലെ നാനാ സാഹിബ്. ഡൽഹിയിലെ കലാപം നയിച്ചത് ബഹദൂർ ഷാ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി സ്റ്റാഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷൻ. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാമി സഹജാനന്ദ അഖിലേന്ത്യാ കിസാൻ സഭ. ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം. ഒന്നുകൂടെ നോക്കാം. സ്റ്റാഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷൻ. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാമി സഹജാനന്ദ അഖിലേന്ത്യാ കിസാൻ സഭ. ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഇത്തരം ഒരു നിർവചനം നൽകിയ കമ്മീഷൻ ഏത്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തെക്കുറിച്ച് ഇത്തരം ഒരു നിർവചനം നൽകിയ കമ്മീഷൻ ഏത്? ഓപ്ഷൻ സി ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. പ്രസ്താവന വായിക്കാം. പ്രസ്താവന എ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നത് JB കൃപലാനി ആയിരുന്നു. പ്രസ്താവന ബി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ. ഓപ്ഷൻ എ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ. ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം ഏത്? ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ ബി കേസരി. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത. ഓപ്ഷൻ ബി ആനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ. ഓപ്ഷൻ സി അഭിലാഷ് ടോമി. ഒന്നുകൂടെ നോക്കാം. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ബസന്റ്. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ്. ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചത്. ഓപ്ഷൻ ബി പൊയ്കയിൽ കുമാരഗുരുദേവൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചതാര്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആര്? ഓപ്ഷൻ ബി അംശി നാരായണപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ സി ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലേത്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലേത്? ഓപ്ഷൻ ഡി ആനന്ദമഠം. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാര്? ഓപ്ഷൻ ബി ഗാന്ധിജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി പണ്ഡിത രമാബായി. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത. ഓപ്ഷൻ സി മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാര്? ഓപ്ഷൻ എ ലിട്ടൻ പ്രഭു. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിതയാണ് മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
INA രൂപീകരിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എ ലിട്ടൻ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ഓപ്ഷൻ ബി ശാരദാ സദൻ. ഒന്നുകൂടെ നോക്കാം. INA രൂപീകരിച്ചത് ആരായിരുന്നു? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ നിയമം നടപ്പിലാക്കിയത് ലിട്ടൻ പ്രഭു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ആയിരുന്നു ശാരദാ സദൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം ആസാദ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തത് ആര്? ഓപ്ഷൻ സി VP മേനോൻ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, KM പണിക്കർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമല്ലാത്തത് ആരായിരുന്നു? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി VO ചിദംബരം പിള്ള. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ദാദാഭായ് നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? VO ചിദംബരം പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ സി നാനാ സാഹിബ് കാൻപൂർ, മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്, കൻവർ സിംഗ് ആര, ബീഗം ഹസ്രത് മഹൽ ലക്നൗ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നാനാ സാഹിബ് വിപ്ലവം നയിച്ച സ്ഥലമാണ് കാൻപൂർ, മൗലവി അഹമ്മദുള്ള വിപ്ലവം നയിച്ച സ്ഥലമാണ് ഫൈസാബാദ്, കൻവർ സിംഗ് ആര, ബീഗം ഹസ്രത് മഹൽ ലക്നൗ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം? ഓപ്ഷൻ ബി 1ഉം 3ഉം. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരനായിരുന്നു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു വട്ടമേശ സമ്മേളനങ്ങളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ടി പ്രകാശം. ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ആദ്യത്തത് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. രണ്ടാമത് നടന്നത് അഹമ്മദാബാദ് മിൽ സമരം 1918. മൂന്നാമത് നടന്നത് ചൗരി ചൗര സംഭവം 1922. നാലാമത് നടന്നത് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
ഇന്ത്യൻ വിദേശനയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശനയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1ഉം 4ഉം. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്ക് ആദ്യം നോക്കാം. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയല്ല, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അത് തെറ്റാണ്. അഗ്നിച്ചിറകുകൾ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ഇന്ത്യ മീൻസ് ഫ്രീഡം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ സി സിദ്ധു കാനു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, ഖിലാഫത്ത് പ്രസ്ഥാനം, സിഡ്നി റൗലറ്റ് കമ്മിറ്റി റിപ്പോർട്ട്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇവയ്ക്കൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമുണ്ട്. ഒന്നുകൂടെ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കന്മാർ ആരെല്ലാം? സിദ്ധു കാനു. ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുവാൻ അനുവാദം നൽകിയ ഭരണാധികാരി. ഓപ്ഷൻ സി ജഹാംഗീർ. ഒന്നുകൂടെ നോക്കാം. നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റ് സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ജഹാംഗീർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1. BN ഭട്നാഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ. 2. VP മേനോൻ, ഫസൽ അലി, KM പണിക്കർ. 3. ഗുൽസരിലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? ഓപ്ഷൻ ഡി നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ഓപ്ഷൻ ബി ഹണ്ടർ കമ്മിറ്റി. ഒന്നുകൂടെ നോക്കാം. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഓപ്ഷൻ ബി വിനോബ ഭാവെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ. ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഒന്നുകൂടെ നോക്കാം. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബ ഭാവയെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നിരാഹാര സമരം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ
സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഓപ്ഷൻ ഡി വി.പി. മേനോൻ. ഒന്നുകൂടെ നോക്കാം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളിയാണ് വി.പി. മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ഓപ്ഷൻ സി ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഓപ്ഷൻ ഡി 1931. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലമാണ് ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1931. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ഓപ്ഷൻ എ ബംഗാൾ. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? ഓപ്ഷൻ ഡി സിദ്ധു കാനു. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം? ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരം ഏത്? ഓപ്ഷൻ സി ചമ്പാരൻ. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? വട്ടമേശ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 3. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടമേശ സമ്മേളനങ്ങൾ എവിടെയാണ് നടന്നത്? ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സമരമാണ് ചമ്പാരൻ. വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമുക്ക് പറയാം. വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിലാണ് നടന്നത്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 4. അപ്പോൾ യോജിക്കുന്ന പ്രസ്താവന നമുക്ക് നോക്കാം. INCൻ്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 4. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1986 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരമനുഷ്ഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകൾ? ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ഡ്യുവൽ ഗവൺമെൻറ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലിജ ഇംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെൻറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിൻ്റെയും തേയില വ്യാപാരത്തിൻ്റെയും കുത്തക തുടർന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ. ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ? ഓപ്ഷൻ ബി 1, 2, 3, 4 ശരിയാണ്. ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിവാദവും യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ 1, 2. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്?
ഓപ്ഷൻ ബി 2, 3, 4. ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആയിരുന്നു. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭാംഗം ആയിരുന്നു മുകുന്ദ രാം റാവു ജയകർ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്. ഒന്നുകൂടെ നോക്കാം. ഫസൽ അലി കമ്മീഷൻ 1953 ഡിസംബർ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം 1953 ഒക്ടോബർ. ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബർ. ഗോവ സംസ്ഥാന രൂപീകരണം 1987 മെയ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2023 PSC ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.